ഹായ് ഫ്രണ്ട്സ്, മിസ്റ്റർ ആട്ടറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിഷ്ണുദാസ്. ജൂൺ 6, 2022 WWDCയുടെ ഇവൻറ്റ് കഴിഞ്ഞിരിക്കുകയാണ് ആപ്പിളിൻ്റെ. അപ്പോൾ ആ സമയത്ത് അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ചിപ്സെറ്റായ M2 ലോഞ്ച് ചെയ്തു. അതിൻ്റോടുകൂടി തന്നെ അവരുടെ ലേറ്റസ്റ്റ് മാക്ബുക്ക് എയറും മാക്ബുക്ക് പ്രോയും ലോഞ്ച് ചെയ്തിട്ടുണ്ട് 13 ഇഞ്ച്. അപ്പോൾ ഈ ഒരു സമയത്താണ് എനിക്കുള്ള മാക്ബുക്ക് പ്രോ വാങ്ങുന്നത്. 2021 മോഡലാണ് ഞാൻ വാങ്ങിയത്. ഇത് ഞാൻ വാങ്ങിയതല്ല കേട്ടോ, ഇത് എനിക്ക് എൻ്റെ ഓഫീസിൽ നിന്ന് കിട്ടിയതാണ്. ഞാൻ ഇത്രയും നാൾ യൂസ് ചെയ്തിരുന്നത് ഒരു 2013 മോഡൽ മാക്ബുക്ക് പ്രോ ആണ്, 15 ഇഞ്ച്. അതിനുശേഷം എൻ്റെ പേഴ്സണൽ മാക്ബുക്കും ഞാൻ യൂസ് ചെയ്തിരുന്നു 2017 മോഡൽ. അതിൻ്റെ ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആയി. അതിപ്പോൾ ഞാൻ ഒരു എക്സ്റ്റേണൽ മോണിറ്റർ വെച്ചിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓഫീസ് ലാപ്ടോപ്പ് മാറ്റിയിട്ട് പുതിയത് തരണമെന്ന് ആവശ്യപ്പെട്ട് അവരെനിക്ക് ഈ തിങ്കളാഴ്ചയാണ് പുതിയ ലാപ്ടോപ്പ് എൻ്റെ കയ്യിൽ കൊടുക്കുന്നത്. ഞാൻ ഓർഡർ ചെയ്തത് ശരിക്കും മാക്ബുക്ക് പ്രോ 16 ഇഞ്ചാണ് ചോദിച്ചത്. ഇത് 14 ഇഞ്ച് മാത്രമേ കിട്ടിയുള്ളൂ. കാരണം അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു മോഡൽ ഇത് മാത്രമേ ഉള്ളൂ. 16 ഇഞ്ചിൽ അവർക്ക് കസ്റ്റമൈസ്ഡ് മോഡലാണ് ഞാൻ പറഞ്ഞത്, പക്ഷേ അത് കിട്ടിയില്ല. അപ്പോൾ ഈ ഒരു മോഡൽ കൊണ്ട് ഞാൻ തൃപ്തിപ്പെടുകയാണ്. ഇത് നിങ്ങൾക്ക് അൺബോക്സിങ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന ഈ മാക്ബുക്ക് പ്രോ എന്ന് പറയുന്നത് ഏറ്റവും ബേസിക് മോഡലാണ്. മാക്ബുക്ക് പ്രോ 2021 512 GB SSD, 16 GB റാം, അതുപോലെ തന്നെ ആപ്പിളിൻ്റെ തന്നെ M1 Pro ചിപ്സെറ്റാണ് ഇതിലുള്ളത്. എനിക്ക് ഏതായാലും ഈ ബോക്സ് ഓപ്പൺ ചെയ്തിട്ടാണ് കിട്ടിയത്. പക്ഷേ ഇതിലെ കുറേ കാര്യങ്ങളൊന്നും ഞാൻ പുറത്തേക്ക് എടുത്തിട്ടില്ല. 2 ദിവസത്തിനോളമായി ഞാൻ ഈ ഒരു മാക്ക് യൂസ് ചെയ്യുന്നു. എന്നിട്ട് പോലും എനിക്ക് ഏകദേശം ഒരു 20% ചാർജ് ബാക്കിയുണ്ട്. 2 ദിവസമായി ഞാനിത് യൂസ് ചെയ്യുന്നു കിട്ടിയിട്ട്. ഈ ബോക്സിൻ്റെ ഉള്ളിൽ സാധനങ്ങളൊന്നും പുറത്തെടുത്തിട്ടുമില്ല. അപ്പോൾ നമുക്ക് ഏതായാലും ഈ ബോക്സിൽ എന്തൊക്കെ കണ്ടന്റ് എന്ന് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ഇതിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി 2 ദിവസമായിട്ട് ഞാനത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനത് മാറ്റി വയ്ക്കുകയാണ് ലാപ്ടോപ്പ്. അത് ബോക്സ് ഓപ്പൺ ചെയ്തില്ല, ജസ്റ്റ് കണ്ടൻസ് കാണിച്ചതിന് ശേഷം ലാപ്ടോപ്പിൻ്റെ പോർട്സും ബാക്കിയുള്ള കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. ഇത് ആപ്പിളിൻ്റെ ജസ്റ്റ് അതിൻ്റെ യൂസർ മാനുവൽ, പിന്നെ അതേപോലെ തന്നെ വാറൻറ്റിയുടെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഇതാ ആപ്പിളിൻ്റെ സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഇതാ Type-C to മാഗ്സേഫ് ചാർജറാണ്. ഇതിന് തൊട്ട് മുമ്പത്തെ വേർഷൻ എന്ന് പറയുന്നത് Type-C to Type-C പോർട്ട് കേബിൾ ആയിരുന്നു. പക്ഷേ ഇതാണ് എനിക്ക് കുറച്ചുകൂടി ബെറ്ററും സേഫായിട്ട് തോന്നിയിട്ടുള്ളത്. മാഗ്സേഫ് ആകുമ്പോൾ നമ്മൾ വഴി കൂടെ നടന്നു പോകുമ്പോൾ അറിയാണ്ട് വയറിൽ തട്ടിക്കഴിഞ്ഞാൽ മറ്റേത് ലാപ്ടോപ്പ് അടക്കം തഴപ്പും. ഇതാകുമ്പോൾ മാഗ്നറ്റ് ആയ കാരണം സ്നാപ്പ് ചെയ്തിട്ട് പോരും ചെയ്യും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കേബിൾ. കുറച്ചുകൂടി ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പണ്ട് റബ്ബറായിരുന്നു, ഇത് കുറച്ച് ബ്രെയ്ഡഡ് ആയിട്ടുള്ള ഒരു ടെക്സ്ചറിലെല്ലാം കോട്ടിംഗ് ആണ് ഇതിന് കൊടുത്തേക്കുന്നത്. ഇത് മാറ്റി വയ്ക്കാം. ഇതിലുള്ളത് ചാർജറാണ്. ഇത് Type-C പോർട്ടാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ഇതെനിക്ക് തോന്നുന്നു 67 വാട്ട്സ് ചാർജറാണ്. നമുക്ക് ഏതായാലും ബാക്കിലൊന്ന് പോയി നോക്കി നോക്കാം എന്താണെന്നുള്ളത്. ഇതിൽ സ്പെക്സ് പറഞ്ഞു കഴിഞ്ഞാൽ 8 കോർ CPU ആണ്, 14 കോർ GPU, 16 GB റാം, 512 GB മെമ്മറി, 14 ഇഞ്ചാണ് ഡിസ്പ്ലേ. പിന്നെ 3 തണ്ടർബോൾട്ട് പോർട്ട് ഉണ്ട്, USB-C പോർട്ട്, അതൊക്കെ HDMI പോർട്ട് ഉണ്ട്, SD കാർഡ് സ്ലോട്ട് ഉണ്ട്. അതൊക്കെ ഞാനിപ്പോൾ കാണിച്ചു തരാം. ലെഫ്റ്റ് സൈഡിലുള്ളത് മാഗ്സേഫ് ചാർജിങ് പോർട്ട്, 2 Type-C തണ്ടർബോൾട്ട് പോർട്ട്, ഹെഡ്ഫോൺ ജാക്ക്. റൈറ്റ് സൈഡിലുള്ളത് HDMI പോർട്ട്, Type-C തണ്ടർബോൾട്ട് പോർട്ട്, പിന്നെ ഒരു മെമ്മറി കാർഡ് റീഡറും. അപ്പോൾ ഈ ഒരു 2 അഡീഷൻ വളരെ യൂസ്ഫുൾ ആണ്, HDMI കേബിളിൻ്റെയും അതേപോലെ തന്നെ ഈ കാർഡ് റീഡറിൻ്റെയും. ഞാൻ ഇതിന് മുന്നത്തെ മാക്ബുക്ക് പ്രോയിലൊക്കെ മിസ് ചെയ്തിരുന്ന ഒരു ഫീച്ചറുള്ള രണ്ടുമാണിത്. ഇതല്ലാതെ ഫിംഗർ പ്രിൻറ്റ് റീഡറും കൊടുത്തിട്ടുണ്ട് പവർ ബട്ടണിൽ. പിന്നെ ചെറിയ 2 സ്പീക്കേഴ്സ് വന്നിട്ടുണ്ട്, പക്ഷേ നല്ല ലൗഡായിട്ടുള്ള വോളിയം ആണ്. അതൊക്കെ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. പിന്നെ ട്രാക്ക് പാഡും അത്യാവശ്യം നല്ല റെസ്പോൺസീവും ആണ്. എൻ്റെ പേഴ്സണൽ മാക്ബുക്ക് 2017 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഈ ഒരു മാക്ബുക്കിൻ്റെ കീബോർഡ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നി. നേരെ ക്ലിക്ക് ചെയ്യുമ്പോൾ നല്ല സോളിഡ് ആയിട്ടുള്ളൊരു ഫീൽ ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ടായിരിക്കും നിങ്ങളൊരു ലാപ്ടോപ്പിൻ്റെ ഡിസ്പ്ലേയിൽ ക്യാമറയ്ക്ക് വേണ്ടി നോച്ച് വെച്ചിട്ടുണ്ട് കാണുക. 2017 iPhone 10 ആദ്യമായിട്ട് ഐഫോൺ നോച്ച് കൊണ്ടുവന്നത്. ഏതൊരു മൊത്തം ഇൻഡസ്ട്രിയിൽ ഈ ഒരു കോൺസെപ്റ്റേ കൊണ്ടുവന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഒരു റെവല്യൂഷൻ ഇനി വരുന്നതിനുള്ള ചിലപ്പോൾ ലാപ്ടോപ്പുകളിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് എൻ്റെ വർക്കിംഗ് ടേബിൾ. അപ്പോൾ ഓൾറെഡി ഞാൻ ഇത് ചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലേറ്റസ്റ്റ് മാക്ബുക്ക് M1 Pro 2021 മോഡൽ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതെൻ്റെ പഴയ മാക്ബുക്ക് പ്രോ 2017 മോഡലാണ്. ഇതിൻ്റെ ഡിസ്പ്ലേ കണ്ടില്ലേ, പിങ്ക് ലൈൻസ് ഒക്കെ വന്നിട്ട് നന്നാക്കണമെങ്കിൽ ഏകദേശം 40,000 മേലെ രൂപ ചിലവുണ്ട്. 43,000 തോന്നുന്നു ചിലവുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു എക്സ്റ്റേണൽ മോണിറ്റർ മേടിച്ചിട്ട് അത് വെച്ചിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് കൂടാതെ ഞാനൊരു എക്സ്റ്റേണൽ കീബോർഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ മൗസ് ഇതാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ തനി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. മാക്ബുക്ക് പ്രോ 2017 ആപ്പാടെ 4 USB-C Type-C പോർട്ടുള്ളൂ. അപ്പോൾ ഇതേപോലത്തെ ഒരു ഇത് ക്ലിയർ ആയിട്ടുണ്ടെന്ന്, ഇതേപോലത്തെ ഒരു എക്സ്റ്റേണൽ ഡിവൈസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് HDMI കേബിൾ, അതേപോലെ പെൻ ഡ്രൈവ്, മെമ്മറി കാർഡ് ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. വേറൊരു സ്ലോട്ട് ഇതിൽ അവൈലബിൾ അല്ല. ആകപ്പാടെ 4 USB Type-C പോർട്ടുകളുണ്ട്, ഒരു ഹെഡ്ഫോൺ ജാക്കിനുള്ള പോർട്ടുണ്ട്, വേറെ ഒന്നും ഇല്ല ഇതിന്. അത് വെച്ച് നോക്കുമ്പോൾ മാക്ബുക്ക് പ്രോ 2021 മോഡലിൽ 2 തണ്ടർബോൾട്ട് C പോർട്ടുണ്ട് Type-C, പിന്നെ ഒരു ഹെഡ്ഫോൺ ജാക്ക്, പിന്നെ ഇതാണ്
മാഗ്സേഫ് കണക്ടർ. പിന്നെ ഇവിടെ ഈ സൈഡിൽ വരുന്നത് മെമ്മറി കാർഡ് റീഡർ ഉണ്ട്, ഒരു HDMI കേബിൾ ഉണ്ട്. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്, എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളിലൊന്നും. കാരണം ഞാൻ എക്സ്റ്റേണൽ മോണിറ്റർ വെച്ച് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ മെമ്മറി കാർഡ് റീഡർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, കാരണം ഈ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്ന ക്യാമറയിൽ നിന്നുള്ള ഫുട്ടേജ് ഒക്കെ എടുക്കാനായിട്ട് അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ എനിക്ക് ഈ ഒരു മാക്ബുക്ക് പ്രോ 2021 2017 തമ്മിൽ കമ്പയർ ചെയ്ത് കാണിച്ചു തരാൻ പറ്റില്ല. ഇത് i7 മോഡലാണ്, 16 GB റാം ഉണ്ട്, അതേ കൂടാതെ 2 GB ഗ്രാഫിക്സ് കാർഡ് അവൈലബിൾ ഉള്ള മോഡലാണ്. പക്ഷേ ഇതിനേക്കാൾ എന്തുകൊണ്ടും ഫാസ്റ്റും ബെറ്റർ ആയിരിക്കും ഈ ഒരു M1 Pro 2021. കാരണം ഇതിൻ്റെ ലേറ്റസ്റ്റ് മാക്ബുക്കിൻ്റെ ചിപ്സെറ്റാണ്, 5 വർഷത്തെ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റേതായ സ്പീഡും ഡിഫറൻസും ഒക്കെ ഉണ്ടാവും. എന്നാലും ഞാൻ ഏകദേശം ഇതിൻ്റെ ഈ ഒരു പഴയ മോഡലിൻ്റെ സ്പീഡ് ഞാൻ കാണിച്ചു തരുന്നില്ല. ഈ ഒരു പുതിയ ലാപ്ടോപ്പിൽ എത്രത്തോളം ഫാസ്റ്റായിട്ട് ഈ റെൻഡറിങ് ഒക്കെ എടുക്കാൻ പറ്റും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയേക്കാം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ പോയാലും എക്സ്റ്റേണൽ അഡാപ്റ്റർ വാങ്ങേണ്ടി വരും, കാരണം ഇതിൽ പെൻ ഡ്രൈവ് കുത്താനുള്ള സ്ലോട്ട് അവൈലബിൾ അല്ല. അതേപോലെ തന്നെ ഈ ഒരു ലാൻ കേബിൾ കണക്ട് ചെയ്യാനുള്ള സ്ലോട്ട് അവൈലബിൾ അല്ല. ലാൻ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫുൾ HD 60 FPS വീഡിയോ ആണ്. ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന സൗണ്ട് സ്പീക്കർ എന്നുള്ള സൗണ്ട് തന്നെയായിരിക്കും. അപ്പോൾ ഞാൻ ഫുള്ളാക്കി കാണിച്ചു തരാം. സൗണ്ട് ഇപ്പോൾ ഫുള്ളാക്കിയിട്ടുണ്ട്. ഫോർവേഡ് ചെയ്യാം. ഓക്കെ, 4Kയിലാണ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 4K അല്ല, 2.5K എന്ന് വേണമെങ്കിൽ പറയാം. 14460 പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 4K വരെയും സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സൗണ്ട് എത്രത്തോളം ക്വാളിറ്റി ഉണ്ട്, അതേപോലെ തന്നെ എത്രത്തോളം വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സ് സ്ക്രീനിൽ വരുന്നുണ്ട് മനസ്സിലേക്കാണ്. യൂസ് ചെയ്തിരിക്കുന്ന വെബ് ക്യാമും നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ സ്ക്രീൻ ഗ്രാബിൽ ഞാൻ കാണിച്ചു തരുന്നത് ഞാൻ ലൈവായിട്ട് റെക്കോർഡ് ചെയ്തേക്കുന്നതാണ്. ഒരു 2 ചെറിയ ലൈറ്റുകൾ മാത്രമേ ഈ റൂമിലുള്ളൂ. എന്നിട്ട് കൂടി നല്ല രീതിയിലുള്ള ലൈറ്റും എക്സ്പോഷറൊക്കെ ഈ ഒരു വെബ് ക്യാമിലൂടെ കിട്ടുന്നുണ്ട്. അതായത് ഒരു ചെറിയ പ്രാണി പറക്കുന്നത് പോലെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പഴയൊരു ഫയൽ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക്. ഇതൊരു 30 സെക്കൻഡുള്ളൊരു വീഡിയോ ക്ലിപ്പാണ്. ഇപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ സ്ക്രബ് ചെയ്യുന്നതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ലാഗും ഇല്ലാണ്ടാണ് ഫുൾ എടുക്കണത്. ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു 13-14 മിനിറ്റ് വരുന്നൊരു വീഡിയോ റെൻഡർ ചെയ്ത് നോക്കി നോക്കാം എത്ര ടൈം എടുക്കുന്നത്. 13 മിനിറ്റ് വേണ്ട, ഒരു 10 മിനിറ്റ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. 10 മിനിറ്റിൽ റെൻഡർ ചെയ്യാൻ എത്ര നേരം എടുക്കുന്നുണ്ടെന്നൊക്കെ നോക്കി നോക്കാം ഈ ഒരു ഫയൽ. അതുകൂടാതെ നമുക്കൊരു ജസ്റ്റ് ഒന്ന് ഒരു 4K ഫയൽ ഇമ്പോർട്ട് ചെയ്ത് നോക്കി നോക്കാം എത്രത്തോളം വലിക്കുന്നുണ്ടെന്നുള്ളത്. ഞാൻ ഹംപിയിൽ കൊണ്ടുപോയപ്പോൾ എടുത്ത ഒരു വീഡിയോ ഫുട്ടേജാണ്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റിങ്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് എത്രത്തോളം വലിയ ഫയലാണെന്ന് മനസ്സിലാവും. പ്രോപ്പർട്ടീസ്, ഇതൊരു 4K ഫയലാണ്, 60 FPS ഷൂട്ട് ചെയ്തേക്കുന്നത്, ഇതായി കാണുന്നത്. ഓക്കെ, നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം എത്രത്തോളം സ്മൂത്തായിട്ട് പ്ലേ ആവുന്നുണ്ടെന്നുള്ളത് അറിയാം. ഇത് കണ്ടോ, പ്ലേ ആവുന്നുണ്ട്. ഞാൻ സൗണ്ട് ഓഫ് ചെയ്ത് വെച്ചിട്ട് സൗണ്ട്, ഒരു 4K ഫയലാണ് ഇത് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ കാണിച്ചത് ഫുൾ HDയിൽ ഷൂട്ട് ചെയ്തതാണ്. ഇത് കണ്ട, ഈ 4K ഫയൽ പോലും എത്ര സ്മൂത്തായിട്ടാണ് പ്ലേ ആയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊന്ന് സ്ക്രബ് ചെയ്ത് നോക്കാം. സ്ക്രബിങ് പോലും അത്രയും ഫാസ്റ്റായിട്ട് ഒരു ലാഗും ഇല്ലാണ്ട് ഇത് ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എഡിറ്റേഴ്സിനൊക്കെ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും ഇത്രത്തോളം ഫാസ്റ്റിൽ പ്രിവ്യൂ എടുക്കാനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ ഇങ്ങനെ സ്ക്രബ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ എഡിറ്റിംഗ് കുറച്ചുകൂടി ഫാസ്റ്റർ ആയിരിക്കും. അതേപോലെ തന്നെ റെൻഡറിങ് ഫാസ്റ്റ് ആവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഏതായാലും ഒരു വീഡിയോ എക്സ്പോർട്ട് ചെയ്ത് നോക്കി നോക്കാം. ഇപ്പോൾ ഇത് പഴയ വീഡിയോ ആണ്, ഇതിൽ ഒന്നുമില്ല. ഇത് ജസ്റ്റ് ഒരു 20 സെക്കൻഡ്സിൻ്റെ ക്ലിപ്പാണ്. ഇത് ഈ കാണിച്ചിരിക്കുന്നത് 4K വീഡിയോ ആണ്. നമുക്ക് ഈ ഒരു 10 മിനിറ്റുള്ള വീഡിയോയും ഓഡിയോ ക്ലിപ്പ് ഔട്ട്പുട്ട് എടുക്കാൻ എത്ര നേരം എടുക്കുന്നുണ്ടെന്ന് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് 10 മിനിറ്റ് ലെങ്ത് ഉള്ളൊരു ക്ലിപ്പാണ്, ഓഡിയോ വീഡിയോ ക്ലിപ്പാണ്. അത്യാവശ്യം കുറച്ച് എഡിറ്റൊക്കെ ചെയ്തിട്ടുണ്ട്, ബേസിക് കളർ കറക്ഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളൊന്ന് റെൻഡർ ചെയ്തെടുക്കാൻ നോക്കുകയാണ്. ഫുൾ HD ഫോർമാറ്റാണ്. ഞാൻ ഏതായാലും സെറ്റ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള കാണിച്ചു തരാം. ഇത് ഇനി എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്ത് ഉടനെ നമ്മളിവിടുത്തെ ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അടുത്ത് തന്നെ എന്താ അപ്പോൾ ആ രീതിയിൽ രണ്ടും ഒരുമിച്ച് എക്സ്പോർട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. റെഡി, 1 2 3 സ്റ്റാർട്ട്. 10 മിനിറ്റുള്ള ഒരു ഫുൾ HD ക്ലിപ്പാണ്. അത് കളർ കറക്ഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ മൾട്ടിപ്പിൾ ഫുട്ടേജസ് തമ്മിൽ കളക്ട് ചെയ്തിട്ടാണ് വെച്ചേക്കുന്നത്. ഫയൽ ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഡെസ്ക്ടോപ്പിൽ തന്നെയാണ് വെച്ചേക്കുന്നത്. ഇപ്പോൾ 50% മേലെ എക്സ്പോർട്ട് തീർന്നിരിക്കുകയാണ്. എനിക്ക് എൻ്റെ 2017 മാക്ബുക്ക് പ്രോയിൽ ഇതേ ഫുട്ടേജ് എക്സ്പോർട്ട് ചെയ്യാൻ 10 മിനിറ്റിന് എടുക്കുന്നത് ഏകദേശം ഒരു 6 മുതൽ 8 മിനിറ്റ് വരെയാണെന്ന് പറയാം. ആ ടൈം കൊണ്ടാണ് എനിക്ക് എക്സ്പോർട്ട് ചെയ്ത് കിട്ടാറ്. അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിൽ 1/3 മാത്രമേ ഇതെടുക്കാൻ ചാൻസ് ഉള്ളൂ. ഇപ്പോൾ 1 മിനിറ്റ് 40-50 സെക്കൻഡ് ആയിട്ടുണ്ട്. 80-90% അടുത്തെത്തിയിട്ടുണ്ട്. ഓക്കെ, 2 മിനിറ്റ് 7 സെക്കൻഡാണ് ഒരു 10 മിനിറ്റുള്ള ഫുൾ HD വീഡിയോ കറക്റ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത ഫുട്ടേജിനായത്.
അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എൻ്റെ 2017 6 മുതൽ 8 മിനിറ്റ് വരെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിന് വെച്ച് നോക്കുമ്പോൾ 1/3 സമയം മാത്രമേ എക്സ്പോർട്ടിങ്ങിന് ടൈം എടുക്കുന്നുള്ളൂ ഇതിൽ. അപ്പോൾ ഇതും 2017 മാക്ബുക്കും ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം അത് 5 വർഷം മുന്നത്തെ ടെക്നോളജിയാണ്. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജികളാണ്. അത് കമ്പയർ ചെയ്യണമെങ്കിൽ ബെസ്റ്റ് എനിക്ക് തോന്നുന്നത് ഈ WWDC 2022 അനൗൺസ് ചെയ്ത മാക്ബുക്ക് എയറോ, ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് M2 ചിപ്സെറ്റ് ആണ്. അല്ലെങ്കിൽ M2 ഉള്ള പ്രോ മോഡൽ 13 ഇഞ്ചിൻ്റെ പ്രോ മോഡൽ ആരെങ്കിലും എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫാമിലി എടുക്കുകയാണെങ്കിൽ അവരുമായിട്ടുള്ളൊരു കമ്പാരിസൺ വീഡിയോ ഞാൻ തീർച്ചയായിട്ടും ചെയ്യുന്നതാണ്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിലേ പറഞ്ഞിരുന്നു M2 ചിപ്സെറ്റ് അനൗൺസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ലാപ്ടോപ്പ് കയ്യിൽ കിട്ടുന്നത് തന്നെ. എനിക്ക് തോന്നുന്നു M2 ചിപ്സെറ്റിനേക്കാളും പവർഫുൾ ആയിരിക്കും M1 Pro എന്ന് പറഞ്ഞ ചിപ്സെറ്റ് ഇപ്പോൾ കറൻ്റ്ലി ഈ ഒരു മാക്ബുക്കിലുള്ളത്. M2 എന്ന് പറയുന്നത് എയറിനും മാക്ബുക്ക് പ്രോ 13 ഇഞ്ചിനും വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഇറക്കിയേക്കുന്നത്. മിക്കവാറും ഇതിൻ്റെ 14, 16 ഇഞ്ചും പ്രോയുടെ വരുമ്പോൾ അതിൽ M2 Pro, M2 Max ചിപ്സെറ്റുകൾ വരും. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഈ ഒരു മാക്ബുക്ക് എയറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1,19,000, പ്രോ 13 ഇഞ്ചിന് 1,49,000 ആണ്. ഇപ്പം നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന M1 Pro 2021 മോഡൽ 1,94,000 രൂപയുടെ വിലയുണ്ട്. അപ്പോൾ ഏകദേശം 50,000 രൂപ കൂടുതലാണ് മാക്ബുക്ക് പ്രോ 13 ഇഞ്ച് M2 വെച്ചിട്ടുള്ളതിനേക്കാളും ഈ ഒരു M1 Pro ചിപ്സെറ്റ് ഉള്ളതിന്. അപ്പോൾ ഈ ഒരു മാക്ബുക്ക് പ്രോ 2021ൻ്റെ ഒരു ബേസിക് റിവ്യൂ എന്ന രീതിയിലാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. ഇതിപ്പോൾ കറൻ്റ്ലി എക്സ്പെൻസീവ് ആണ്. ഈ മാക്ബുക്ക് എന്ന് പറഞ്ഞാൽ ഏത് മോഡൽ എടുത്താലും നിങ്ങൾക്ക് എക്സ്പെൻസീവ് ആയിട്ട് തോന്നും. കാരണം മാക്ബുക്ക് എയർ ഏറ്റവും ലോവസ്റ്റ് വേർഷൻ പോലും എടുത്താലും, അതായത് പഴയ മോഡൽ എടുത്താൽ കൂടി നിങ്ങൾക്കൊരു 75,000 മേലെ വരും. ആ 75,000 രൂപയ്ക്ക് നിങ്ങൾക്ക് വിൻഡോസിലെ നല്ല ഗ്രാഫിക്സ് കാർഡും കൂടുതൽ റാമും മെമ്മറിയൊക്കെ ഉള്ള ഒരു ലാപ്ടോപ്പ് കിട്ടും. പക്ഷേ മാക്ബുക്കിൻ്റെ ആ ഒരു ക്വാളിറ്റി പെർഫോമൻസ് ഒന്നും വിൻഡോസിനില്ല. കാരണം ഞാനൊരു വിൻഡോസ് യൂസർ ആയിരുന്നു ഒരു 2015-16 വരെ. അതിനുശേഷം മാക്കിലേക്ക് മൂവ് ചെയ്തതാണ്. ഞാനൊരു ഡിസൈനറാണ്, വീഡിയോ എഡിറ്ററാണ്, അനിമേറ്ററാണ്. അപ്പോൾ എൻ്റെ ജോലി എപ്പോഴും കംഫർട്ടബിളും ഏറ്റവും സ്പീഡിൽ വർക്ക് ചെയ്യാൻ പറ്റിയതും മാക്കാണ്. കഴിഞ്ഞൊരു 6-7 വർഷത്തിന് മേലെയായിട്ട് ഞാൻ മാക്ക് തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തിരിച്ച് വിൻഡോസിലേക്ക് എനിക്ക് തീരെ പോകാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാക്കിന് തുല്യം മാക്ക് മാത്രമേ ഉള്ളൂ. വൺസ് ഡിസൈനർ, വീഡിയോ എഡിറ്ററൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ മാക്കാണ്. പക്ഷേ ഭയങ്കര എക്സ്പെൻസീവാണ്. ഇപ്പോൾ ഈ ഞാൻ വാങ്ങിയതല്ല, ഓഫീസ് എനിക്ക് വാങ്ങി തന്നത് പോലും 1,94,000 രൂപയുടെ മോഡലാണ്. ഇതാണ് ബേസിക് മോഡൽ മാക്ബുക്ക് പ്രോ 2021 ജൂൺ 6 WWDC 2022 മാക്ബുക്കിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ചിപ്സെറ്റ് വന്നിട്ടുണ്ട് M2 എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൽ അവർ അവരുടെ എയറും അതേപോലെ തന്നെ മാക്ബുക്ക് പ്രോ 13 ഇഞ്ചും റിലീസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ വിലയിൽ ഏകദേശം സ്റ്റാർട്ടിങ് 1,19,000 20,000 രൂപയാണ് എയറിന് വരുന്നത്. പ്രോയ്ക്ക് 1,49,000 സംതിങ് ആണ്. അത് 13 ഇഞ്ചേ ഉള്ളൂ. ഇതേ മാക്ബുക്ക് തന്നെ നമുക്ക് കസ്റ്റമൈസും ചെയ്യാൻ പറ്റും. മേടിക്കുമ്പോൾ തന്നെ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന റാം വേണം, ഇത്ര ഇതാണ് ചിപ്സെറ്റ് വേണ്ടതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷേ അതിനനുസരിച്ച് പ്രൈസ് കൂടും. ഇപ്പോൾ ഇതിൽ വെച്ചേക്കുന്നത് M1 Pro എന്ന് പറഞ്ഞ ചിപ്സെറ്റാണ്. ഇവിടുന്ന് M1 Maxലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ഏകദേശം 40,000 രൂപ കൂടുതൽ അടയ്ക്കണം. അതേപോലെ തന്നെ 16 GB ആണ് ഇതിൽ റാം ഉള്ളത്. അത് 32 ആക്കണമെങ്കിൽ വീണ്ടും ഒരു 20,000 രൂപ കൂടുതൽ അടയ്ക്കണം. അതുകൂടാതെ 512 GB ആണ് ഇതിൽ SSD. അത് 1 TB 2 TB 4 TB വരെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് 20,000 40,000 80,000 ആ റേഞ്ചിൽ ഡിഫറൻസസ് വരും. അപ്പോൾ ഞാൻ ഒരു കസ്റ്റമൈസ്ഡ് മോഡലാണ് ഓഫീസിൽ വേണമെന്ന് ആവശ്യപ്പെട്ടത്. കാരണം ഞാൻ ആഫ്റ്റർ എഫക്ട്സ്, പ്രീമിയർ, ഫോട്ടോഷോപ്പ്, ഇല്ലസ്ട്രേറ്റർ ഇതിൽ 4ലും വർക്ക് ചെയ്യുന്നതാണ്. അനിമേഷനും ഗ്രാഫിക്സും അതേപോലെ തന്നെ ഡിസൈനിങ് ഒക്കെ ആയിട്ട്. പക്ഷേ ആ മോഡൽ ഓർഡർ ചെയ്തിട്ട് ഏകദേശം 1-2 മാസം വെയിറ്റ് ചെയ്തിട്ട് പോലും അവർ കിട്ടിയിട്ടില്ല. ഇപ്പോഴും വെയിറ്റിംഗ് പീരീഡാണ് പറയുന്നത് 1-2 മാസത്തേക്ക് വീണ്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മോഡൽ എടുത്തത്. ഇതും അത്യാവശ്യം പവർഫുള്ളാണ്. പക്ഷേ കുറച്ചുകൂടി ബെറ്റർ വേർഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കസ്റ്റമൈസ്ഡ് മോഡൽ ഓർഡർ ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ, വിൻഡോസ് എന്ന് പറഞ്ഞ സിസ്റ്റത്തിന് ഞാൻ തള്ളി പറയുന്നതല്ല. പക്ഷേ ഞാൻ യൂസ് ചെയ്ത് കംഫർട്ടബിൾ ആയത് ഈ ഒരു മാക്കിലാണ്. അതുകൊണ്ടാണ് മാക്ക് തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത്. മാക്ക് വാങ്ങുന്ന ഒരു കാശുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ളൊരു സിസ്റ്റമോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ കോൺഫിഗർ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഏലിയൻവെയറിൻ്റെ ലാപ്ടോപ്പൊക്കെ 1,00,000 രൂപയ്ക്ക് നല്ലൊരു കോൺഫിഗറേഷൻ കിട്ടും. അത് ഗെയിമും കളിക്കാൻ പറ്റും. മാക്കിൽ ലിമിറ്റഡ് ഗെയിംസേ ഉള്ളൂ. ഗെയിമേഴ്സിന് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്ന മോഡലല്ല മാക്ബുക്ക് എന്ന് പറയുന്നത്. ഫോട്ടോഷോപ്പ് എക്സ്പേർട്സ്, വീഡിയോ എഡിറ്റേഴ്സ്, അനിമേറ്റേഴ്സ് അവർക്കൊക്കെയാണ് ഈ ഒരു മാക്ബുക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ ബിസിനസ്സിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും. ബാറ്ററിയുടെ കാര്യത്തിൽ നിസ്സംശയം പറയാം മാക്ബുക്ക് പ്രോ തന്നെയായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഈ ഒരു മോഡലിന് തന്നെ കമ്പനി അവകാശപ്പെടുന്നത് ഏകദേശം 20 മണിക്കൂറോളം വീഡിയോ പ്ലേ ബാക്ക് ടൈമാണ്. മൂവീസൊക്കെ നമുക്ക് 20 മണിക്കൂറോളം പ്ലേ ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, ഇത് എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് 2 ദിവസമായി. ഞാൻ ഇതുവരെ ചാർജർ പോലും ഓപ്പൺ ചെയ്തിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് അൺബോക്സ് ചെയ്തിട്ട് ഇവിടെ നിന്നാണ് കാണിച്ചത്. 2 ദിവസം എൻ്റെ വർക്കൊക്കെ നടന്നിട്ട് കൂടിയും ഏകദേശം 25-30% ഉള്ളിൽ ചാർജ് ബാക്കിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1,94,000 രൂപയാണ്. സ്റ്റുഡൻസിന് ഇവർക്ക് 8% ഡിസ്കൗണ്ട് കൂടുതൽ കിട്ടും ആപ്പിളിൽ നിന്ന് എടുക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് വർക്കിംഗ് പ്രൊഫഷണൽ ആണെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ കൂടി നിങ്ങൾക്ക് അവരുടെ കാർഡ് ഉപയോഗിച്ചിട്ട് 8% ഡിസ്കൗണ്ട് നേടാം. അതുകൂടാതെ HDFC ക്രെഡിറ്റ് കാർഡിന് 10,000 രൂപ ക്യാഷ് ബാക്ക് വേറെ ഉണ്ട്.
അതൊക്കെ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഹോൾഡർ ആണെങ്കിൽ അവൈൽ ചെയ്യാൻ പറ്റും. ഈ ഒരു മോഡലിനെ കുറിച്ചുള്ള കൂടുതൽ റിവ്യൂ ഞാൻ വീണ്ടും ചെയ്യുന്നതാണ് ഒരു 6 മാസത്തെ യൂസേജിന് ശേഷം എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ. അപ്പോൾ ഈ ഒരു മോഡൽ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. ആ ലിങ്ക് വഴി കയറി പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നിരിക്കുന്നു എങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഓണെന്ന് നിർബന്ധമായിട്ട് അമർത്തിക്കണം. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണാം.